KL15A288 കേട്ടോ. ഈ നമ്പറിലുള്ള വാഹനം ഇൻഷുറൻസ് കാലാവധി ജനുവരിയിൽ തീർന്നു, ഇതുവരെ പുതുക്കാതെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിയമം തെറ്റിച്ചുകൊണ്ട്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴ് ഗണേഷ് കുമാർ ഭരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് KSRTC. അതിന് പ്രോപ്പറായിട്ടുള്ള ഇൻഷുറൻസ് പോലും ഇല്ലാതെ ഈ പറയുന്ന സ്വിഫ്റ്റ് ബസ് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളുടെ ടാക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് വർദ്ധിക്കുകയല്ല എന്നല്ലാതെ കുറയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് പ്രോപ്പറായിട്ട് ഈ പറയുന്ന ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നും തീർക്കാതെ നിരത്തിലോടിയിട്ട് ഈ പറയുന്ന നഷ്ടത്തിലാവുന്നു. പ്രോപ്പറായിട്ട് പൊല്യൂഷൻ ടെസ്റ്റ് പോലും ഇല്ലാതെ, പൊല്യൂഷൻ മൈലേജ് പോലും കുറഞ്ഞിട്ട് കൂടുതൽ ഇന്ധനം അടിച്ചുകൊണ്ട്, ഇന്ധനത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ ആ ഇന്ധനവും അടിച്ചുകൊണ്ട് നഷ്ടത്തിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷൻ ഇല്ലാതെ നിരത്തിൽ വാഹനങ്ങൾ ഓടുമ്പോഴാണ്. ഈ പറയുന്ന സ്വിഫ്റ്റ് ബസ്സിന് ഇൻഷുറൻസ് ഇല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ യാത്ര ചെയ്ത ആൾക്കാർക്ക് അപകടമോ മരണമോ സംഭവിക്കുകയാണെങ്കിൽ അത് ഇൻഷുറൻസ് എന്നല്ല ക്ലെയിം ചെയ്യുന്നത്, നമ്മളുടെ ടാക്സിൽ നിന്നാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അത് വലിയ നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ KSRTC എന്ന് പറയുന്നത് നിരത്തിലോടുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ KSRTC എന്ന് പറയുന്നത് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, നിയമം പാലിച്ചുകൊണ്ട് നിരത്തിലോടണം. അല്ലാത്ത പക്ഷം ഇതുപോലത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ തകരുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ഈ വില വർധനവും ടാക്സ് വർധനവും എല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.